ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ മസാലയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി ഒരു പാനിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലോട്ട് ഒരു 2 സവാള കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം. സവാള നമ്മൾ നന്നായിട്ടൊന്ന് റെഡായിട്ട് വരണം. അതിനുശേഷം നമുക്ക് കുറച്ച് മുളക് പൊടി, അതേപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. മുളക് പൊടിയുടെ കുത്തു പോകണ വരെ മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ നമുക്ക് നമ്മുടെ ചിക്കൻ കഴുകി വൃത്തിയാക്കിയിട്ട് അതിട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എരിവിന് ആവശ്യത്തിന് കുറച്ച് കുരുമുളക് പൊടി, അതേപോലെ കുറച്ച് ഗരം മസാല, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് ചെറുജീരകം പൊടിച്ചത് അതുകൊണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് എല്ലാവരും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ചിക്കൻ്റെ എല്ലായിടത്തും നമുക്കൊന്ന് ഈ മസാല ഒന്ന് എത്തിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിലോട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ കൂടി നമ്മൾ ഇട്ട് വെച്ചിരിക്കുന്ന നമ്മുടെ മസാല എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ ഞാനിവിടെ റെഡിമെയ്ഡ് ടൊമാറ്റോ പ്യൂരിയാണ് എടുക്കുന്നത്. അതൊരു ഏകദേശം ഒരു ടേബിൾ സ്പൂൺ അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ കുറച്ച് ഒരു ടീസ്പൂൺ കസൂരി മെത്തി അതും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് കൊടുക്കാം. എന്നിട്ട് 5 മിനിറ്റ് മൂടി വയ്ക്കാം. മൂടി വെച്ചതിന് ശേഷം നമുക്ക് ഒരു ബൗൾ നിറച്ച് തൈരിൻ്റെ കൂടെ നമുക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. എന്നിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കത് ആദ്യം ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ചെറു തീയിൽ നമുക്കത് മൂടി വെച്ച് ചിക്കൻ വേകണ വരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഗ്രേവി നമുക്കൊന്ന് തുറന്നിട്ട് ഒന്ന് വറ്റിക്കാം. ഇനിയിപ്പോൾ നമുക്ക്